الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. لا تسألن بني آدم حاجة وسل الذي أبوابه لا تحجب. الله يغضب إن تركت سؤاله، وبني آدم حين يسأل يغضب. فالزم مساءلة الإله فإنما في فضل رحمة ربنا نتقلب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തുചേർന്ന നമ്മുടെ എല്ലാവരുടെയും സർവ്വ ദോഷങ്ങളെയും പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്ത് പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ചു ചേരൽ നാളെ നമ്മുടെ
സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ കനം തൂങ്ങുന്ന ഒരു സാലിഹായ അമലായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവും ശക്തിയും ഖുദ്റത്തും അതുപോലെ തന്നെ അവനല്ലാത്തവരുടെ കഴിവുകേടും അശക്തിയും ശേഷിയില്ലായ്മയും മനുഷ്യരെ കൃത്യമായി ധരിപ്പിക്കുവാൻ ഉതകുന്ന നിലക്കാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും സംവിധാനിച്ചു വച്ചിരിക്കുന്നത്. മനുഷ്യൻ എത്ര വലിയവനാണെന്ന് അവന് തോന്നിയാലും അവൻ അശക്തനാണ്. തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പരസഹായം ആവശ്യമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. എല്ലാ കഴിവുകളും മനുഷ്യന് നൽകപ്പെട്ട ഏത് കഴിവുകളും ഉപയോഗപ്പെടുത്തിയാലും തൻ്റെ പ്രശ്നങ്ങളുടെ സാക്ഷാൽ വിജയത്തിന് പരിഹാരത്തിന് മനുഷ്യൻ ഒരു ശക്തിയോട് അപേക്ഷിച്ചേ മതിയാകൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല. മറ്റെല്ലാവർക്കും അല്ലാഹുവിനെ ആവശ്യമാണ്. യാ അയ്യുഹന്നാസ്, അല്ലാഹു വിളിക്കുന്നു മാനവരാശിയെ ഒന്നടങ്കം. മനുഷ്യരെ, അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങളെല്ലാവരും ആവശ്യക്കാരാണ് അല്ലാഹുവിങ്കലേക്ക്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു അവൻ നിരാശ്രയനാണ്, ഐശ്വര്യവാനാണ്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനാണ്. ഒരാളുടെയും ആശ്രയം അവന് ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് ആശ്രയിക്കേണ്ടവരാണ്, ആവശ്യമുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിരന്തരം ഈ ഒരു ഓർമ്മ അവൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. ഞാൻ കഴിവില്ലാത്തവനാണ്, അല്ലാഹുവാണ് കഴിവുള്ളവൻ. ഞാൻ ശക്തിയില്ലാത്തവനാണ്, അല്ലാഹുവാണ് സർവശക്തൻ എന്ന കൃത്യമായ ധാരണയാണ് മനുഷ്യനെ അല്ലാഹുവിങ്കലേക്ക് അവൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി അവൻ്റെ മനസ്സിന് പ്രേരണയായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അശക്തനാണ്, എൻ്റെ റബ്ബാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നിരന്തരമായി മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിനോടും പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളടക്കം പല ഘട്ടങ്ങളിലായി അവരുടെ മനസ്സിൽ നിന്നുപോലും ഏതോ ഒരു ശക്തിയുടെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു ശക്തിയിലേക്ക് അവരുടെ മനസ്സും തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏത് പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്നത് ഈ ശക്തിയിലേക്ക് മാത്രം അവന്റെ ഖൽബിനെ തിരിച്ചു വെക്കുന്നതിലൂടെ മാത്രമാണ്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, അലാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കടക്കം ലഭിക്കുന്നുള്ളൂ. മനുഷ്യന്റെ മനസ്സിലെ പ്രയാസങ്ങൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ, അവന്റെ വിഷമങ്ങൾ അതറിയുന്ന ഒരേ ഒരു നാഥനേയുള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ വഞ്ചന നോട്ടങ്ങൾ, കട്ടുനോട്ടങ്ങൾ, ഹൃദയാന്തരാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമ്മെ പടച്ചവൻ, നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വികാരങ്ങൾ അറിവുള്ളവനാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത്, അവന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളെ വരെ കൃത്യമായി നാം അറിയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതറിയുന്ന ഒരാളും ലോകത്തില്ല, ഒരു ശക്തിയും പടച്ചവനല്ലാതെ ഇല്ല. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അവന്റെ മനസ്സിലുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവൻ തന്റെ റബ്ബിലേക്ക് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഒരു ദിവസത്തിൽ പലതവണ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനകൾ ഒരു ചടങ്ങായി മാറാതെ അല്ലാഹുവിങ്കൽ ഖബൂലാക്കപ്പെടുന്ന നിലക്കുള്ള ഒരു ഇബാദത്തായി മാറാൻ, അല്ലാഹുവിങ്കൽ അത് സ്വീകാര്യയോഗ്യമായി നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ എൻ്റെ അവസരത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരികയും നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന്ന് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ആ പ്രാർത്ഥന അതിൻ്റെ യഥാർത്ഥമായ നിലക്കായിത്തീരുവാൻ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനകൾ പലപ്പോഴും അതിൻ്റെതായ നിബന്ധനകളൊക്കാതെ പോകുമ്പോൾ അത് കേവലം അധര വ്യായാമങ്ങളായി അഥവാ ചുണ്ടുകളുടെ ചലനങ്ങളായി മാത്രം അവസാനിക്കുകയാണ്. മറിച്ച് അല്ലാഹുവിങ്കൽ ഒരു സ്വീകാര്യയോഗ്യമായി തീരാൻ ഒന്നാമതായി ആവശ്യമുള്ളത് ഇഖ്ലാസ് തന്നെയാണ്. ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട സംഗതിയാണത്. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുവീൻ, നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കുവീൻ. മുഖ്ലിസീന ലഹുദ്ദീന, അവന് ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ, അവനിലേക്ക് മാത്രം നിങ്ങളുടെ ഖൽബ് തിരിക്കുക. ആ ഇഖ്ലാസ് നിങ്ങൾ പുലർത്തുന്നത് ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കരുത്. കാരണം പടച്ചവനോട് മാത്രം മനസ്സിനെ തിരിച്ചു വെക്കുന്ന ആളുകളെ കാഫിറുകൾക്ക് ഇഷ്ടമല്ല, മുശ്രിക്കുകൾക്ക് ഇഷ്ടമല്ല, മുനാഫിഖീങ്ങൾക്ക് ഇഷ്ടമല്ല. മറിച്ച് അല്ലാഹുവിലേക്ക് മാത്രം മനസ്സിനെ തിരിച്ചു വെക്കുന്നത് മുവഹിദുകളുടെ സ്വഭാവമാണ്. അത് കാഫിറിന് ദഹിക്കുകയില്ല. കുഫിരിയത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോടും ചോദിക്കണം, അല്ലാഹുവിനോടും ദുആ ചെയ്യണം, മറ്റുള്ളവരോടും ദുആ ചെയ്യണം എന്ന ചിന്താഗതിയാണ്. എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമിനോട് അല്ലാഹു തആല പറയുന്നു, ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഉടനെ പറയുന്നു, വലൗ കരിഹൽ കാഫിറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യുവീൻ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുവീൻ. മുഖ്ലിസീന ലഹുദ്ദീന, കീഴ്വണക്കം അവന് കൃത്യമായ നിലക്ക് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, അഥവാ ദുആ ചെയ്യുന്ന അവസരത്തിൽ തന്റെ ദുആ ഇതാ അല്ലാഹു തആല കേട്ടുകൊണ്ടിരിക്കുന്നു, തന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. താൻ പറയാതെ തന്നെ എന്റെ മനസ്സിലെ വികാരങ്ങൾ അവൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത ഏതോ മാർഗത്തിലൂടെ എന്റെ റബ്ബ് എനിക്കത് കാര്യങ്ങൾ നിവർത്തിച്ചു തരും എന്നൊക്കെയുള്ള കൃത്യമായ ഇഖ്ലാസോടുകൂടി നിന്റെ റബ്ബിലേക്ക് മാത്രം നിന്റെ ഖൽബിനെ തിരിച്ചോളൂ. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് അത് അസഹ്യമാണെങ്കിലും ശരി, കാഫിറുകൾ അത് വെറുക്കുന്നവരാണെങ്കിലും ശരി, അവര് വെറുത്തോട്ടെ, പക്ഷേ നീ നിന്റെ റബ്ബിലേക്ക് ഇഖ്ലാസോടുകൂടെ തിരിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. ഏത് കർമ്മത്തിനും ആവശ്യം സുഹൃത്തുക്കളെ ഇഖ്ലാസാണ്. ഏതിനും ആവശ്യം ഇഖ്ലാസാണ്. നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കത, മനസ്സിന്റെ കറയില്ലായ്മ, കറയില്ലാത്ത മനസ്സോടുകൂടി, വക്രതയില്ലാത്ത മനസ്സോടുകൂടി റബ്ബിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടെങ്കിൽ ചോദിക്കുക കാര്യങ്ങൾ. ഇതാണ് ദുആയുടെ ഒന്നാമത്തെ ഉപാധി, ഒന്നാമത്തെ നിബന്ധന. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ മനസ്സ് അല്ലാഹുവിലേക്ക് മാത്രം തിരിയുക. രണ്ടാമത്തെ നിബന്ധന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുക എന്നതാണ്. ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചര്യയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ള ദുആകൾക്കപ്പുറം, പ്രവാചകൻ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ദുആഇന്റെ മാതൃകകൾക്കപ്പുറം ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും പദങ്ങൾ അടങ്ങിയ ദുആകളോടാണ് ഇന്ന് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യം. എല്ലാ ആളുകളും കൊണ്ടു നടക്കുകയാണ് പല വീടുകളിലും ദുആന്റെ ഏടുകൾ,
ദുആയുടെ ഏടുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും കൈകളിലുണ്ട് കുറെ ഏടുകൾ. ഈ ഏടുകളിലുള്ള പ്രാർത്ഥനകൾ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആകളല്ല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളല്ല, അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുള്ള പ്രാർത്ഥനകളല്ല. മറിച്ച് പിൽക്കാലത്തുള്ള ഹോജമാര് കെട്ടിയുണ്ടാക്കിയ ചില പദപ്രയോഗങ്ങൾ, ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കപ്പെടാത്ത പദങ്ങൾ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വലിയ വലിയ ആലിമീങ്ങൾക്കേ അറിയൂ എന്ന് പറയപ്പെടുന്ന പദങ്ങളൊക്കെയാണ് ഇന്ന് പലരും പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. ചിലരൊക്കെ ചൊല്ലുന്ന ദിക്റുകളുടെയും ചിലരൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദുആ ഇരുന്നു കൊണ്ടിരിക്കുന്ന അവരുടെ ദുആകളുടെയും പദങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങൾക്കിതറിഞ്ഞുകൂടാ, ശൈഖ് ഞങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്, ഞങ്ങളുടെ ശൈഖ് ഞങ്ങളോട് ദുആ ഇരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്, അർത്ഥം ശൈഖിനെ അറിഞ്ഞുകൂടൂ, അർത്ഥം നോക്കേണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തന്നെയുമല്ല, ഞങ്ങൾ ഈ ചൊല്ലുന്ന ദുആകളോ ദിക്റുകളോ മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്വകാര്യ ദിക്റുകളും ചില സ്വകാര്യ ദുആകളും ഇരുന്നുകൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാം. നിങ്ങൾ നോക്കൂ, മറ്റൊരാൾക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു ദുആ ഇസ്ലാമിലില്ല. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച ഇസ്ലാം സുതാര്യമാണ്, അതിൽ രഹസ്യങ്ങളില്ല. അതിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദുആകളോ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദുആകളുടെയോ ദിക്റുകളുടെയോ കൂട്ടത്തിൽ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതും ഒരു വിഭാഗം ആളുകൾ മാത്രം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു ദുആഇന്റെ ശകലമോ ഒരു ദിക്റിന്റെ കഷ്ടമോ ഇസ്ലാമിലില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ദുആകളോ ദിക്റുകളോ പഠിപ്പിച്ചു കൊടുക്കാനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ ഓ ജനങ്ങളെ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ. ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിനെ ആരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പരലോകത്തെ ആഗ്രഹിക്കുന്നവരാരാണെങ്കിൽ, വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ ആഗ്രഹിക്കുന്നവരാരാണെങ്കിൽ അവർക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. എല്ലാവർക്കുമുള്ള റസൂലാണത്. പല തരീഖത്തിന്റെയും മുരീദുമാരെന്ന് പറയുന്ന ആളുകൾ, ശൈഖിന്റെ മുരീദുകളാണ് ഞങ്ങളെന്ന് പറയുന്ന ചില പ്രത്യേക ഹാവഭാവാദികളോടുകൂടി വേഷഭൂഷാദികളോടുകൂടി സമൂഹത്തിൽ ആളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൈകളിൽ ചില കൈപ്പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ അവർ നിസ്കാരത്തിന്റെ ശേഷം പള്ളികളിൽ വെച്ചും വീടുകളിൽ വെച്ചുമൊക്കെ അവർ പാരായണം ചെയ്യുന്നു. അവരുടെ മെമ്പർമാർക്കല്ലാതെ ആ ദുആ കാണിച്ചു കൊടുക്കരുതെന്ന് ശൈഖ് പറഞ്ഞിരിക്കുന്നു എന്ന് ആ പുസ്തകങ്ങളുടെ തുടക്കത്തിലേ എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതല്ലേ സുഹൃത്തുക്കളെ കള്ളത്തരത്തിന്റെ ലക്ഷണം? അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ദുആയോ ദിക്റോ ഏതെങ്കിലും ഇന്ന വിഭാഗത്തിനെ പറ്റൂ എന്നോ ഇന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്കേ അത് വായിക്കാവൂ എന്നോ മറ്റാർക്കും അത് അംഗീകരിക്കപ്പെടാത്തതാണ്, നൽകിക്കൂടാത്തതാണെന്ന് പറയുന്ന ഒരൊറ്റ വാചകങ്ങളും ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഉപാധി വെച്ചതെന്ത്? ദുആ ചെയ്യുമ്പോൾ നിനക്ക് ഇഖ്ലാസ് വേണം. രണ്ടാമതായി നീ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾക്കപ്പുറം, അവിടുന്ന് അനുവദിച്ചിരുന്ന പ്രാർത്ഥനകൾക്കപ്പുറം ബിദ്അത്തുകാർ പിൽക്കാലത്തുണ്ടാക്കിയ ദുആകളിലേക്കോ ദിക്റുകളിലേക്കോ നീ പോകരുത്. കാരണം അവര് അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഖൈർ ഞങ്ങൾക്കാണ് അറിയുക എന്നതാണ് അവരുടെ വാദത്തിന്റെ രത്ന ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആയിനേക്കാൾ ഇതാ ഞങ്ങൾ കൊണ്ടുവന്ന ദുആ ചൊല്ലിയാലാണ് പുണ്യം എന്ന് പറയുന്നവർ റസൂല് പഠിപ്പിക്കാത്ത ഖൈർ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നതിന് തുല്യമാണ്. അതാണ് ബഹുമാനപ്പെട്ട മുൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞത്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ഹസനതൻ ബിദ്അതൻ യറാഹാ ഹസനതൻ. ആരെങ്കിലും ഇസ്ലാമിലില്ലാത്ത ഒരു സമ്പ്രദായം നല്ലതെന്ന നിലക്ക്, അത് ഏത് കാര്യമാകട്ടെ, അത് ദുആയാകട്ടെ, സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ, എന്താകട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത
മറ്റൊന്ന് നല്ലതാണിത് ചൊല്ലിക്കോ, ഇതാണ് നിങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ റസൂല് ഖാന റിസാലത, ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടുന്ന പല സന്ദേശങ്ങളും എത്തിച്ചു കൊടുക്കാതെ മൂടിവെച്ച് വഞ്ചന നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്, എന്ന് റസൂലുള്ളാഹിയുടെ പേരിൽ ആരോപിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന് പരിചയമില്ലാത്ത ദുആയോ ദിക്റോ സ്വലാത്തോ വേണ്ട. ഇത് രണ്ടാമത്തെ ഉപാധിയാണ്, നിബന്ധനയാണ്. ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് ദുആ ചെയ്യണം. പിന്നെ ദുആ ചെയ്യുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച അനുവദനീയമായ മാർഗങ്ങളിലൂടെയായിരിക്കണം. അതിലപ്പുറം ആരുടെ നിർദ്ദേശങ്ങൾക്കും ഇസ്ലാമിൽ സ്വീകാര്യതയില്ല. മൂന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും എന്ന ഉറപ്പാണ്. പടച്ചതമ്പുരാന് എല്ലാത്തിനും കഴിയുമെന്ന നമ്മുടെ മനസ്സിന്റെ ഉറപ്പ്. എന്റെ റബ്ബിനോട് എനിക്ക് എന്തും ചോദിക്കാം, എന്റെ റബ്ബിന്റെ ഖജാന കാലിയാവുകയില്ല, എത്ര ചോദിച്ചാലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നതായി യഥാ പറഞ്ഞു തരുന്നു. അല്ലാഹു തആല പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഹദീസിൽ, അഥവാ അല്ല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് പറയുന്നു. അല്ലാഹു തആല പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി فأعطيت كل إنسان منهم مسألته ما نقص ذلك مما عندي إلا كما ينقص المخيط إذا أدخل البحر. സ്വഹീഹായ ഹദീസാണത്. അല്ലാഹു തആല വിളിക്കുന്നു, അടിമകളെ, യാ ഇബാദി, എൻ്റെ അടിമകളെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷം പകരുന്നൊരു വാർത്ത പറഞ്ഞു തരുന്നു. എൻ്റെ അടിയാറുകളെ, എൻ്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വആഖിറക്കും, മാനവ സമൂഹത്തിന്റെ ഒന്നാമത്തെ തലമുറയും അവസാനത്തെ തലമുറയും, അഥവാ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും, ഈ പ്രപഞ്ചം എന്ന് തുടങ്ങിയോ അന്നുള്ള എല്ലാ മനുഷ്യന്മാരും, അവസാന കാലം വരെയുള്ള മുഴുവൻ ആളുകളും, വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ഇൻസും ജിന്നും മനുഷ്യരും ഭൂതങ്ങളുമെല്ലാം, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, ഒരു സ്ഥലത്തവരെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്നു. എന്തിനാ അവർ നിൽക്കുന്നത്? ഫസഅലൂനി, കോടാനുകോടി മനുഷ്യന്മാരൊരു സ്ഥലത്തൊരുമിച്ച് കൂടിയിട്ട് കോടാനുകോടി കാര്യങ്ങൾക്ക് വേണ്ടി എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മിൻഹും മസ്അലതഹു, അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വേറെ വേറെ ഞാൻ കേട്ടിട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഒരു കോടാനക്കോടി കാര്യങ്ങൾക്ക് വേണ്ടി അവർ തേടിയിട്ട് ഞാൻ അവരുടെ എല്ലാ ആവശ്യങ്ങളും നൽകിയാൽ പോലും മാനഖസ ദാലിക മിമ്മാ ഇൻദീ, എന്റെ ഖജാനയിൽ നിന്നത് കുറഞ്ഞു പോകുന്നതല്ല. എന്റെ അടുക്കലുള്ള വിശാലമായ റഹ്മത്തുണ്ടല്ലോ, എന്റെ അടുക്കലുള്ള ഫضലുണ്ടല്ലോ, ആ ഫضലിൽ നിന്ന് ലോകത്തുള്ളവരുടെ മുഴുവൻ ആവശ്യങ്ങളും ഞാൻ അങ്ങ് ചെയ്തു കൊടുത്താലും കുറഞ്ഞു പോവുകയില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി അങ്ങ് സമുദ്രത്തിലേക്ക് അങ്ങ് മുക്കിയെടുത്താൽ ആ സൂചിയിൽ ഒരിറ്റ് വെള്ളം തങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സമുദ്രത്തിലേക്ക് ഒരു സൂചി ഇറക്കിയിട്ട് ആ സൂചി അങ്ങ് പൊക്കിയാൽ ഒരിറ്റ് വെള്ളമല്ലേ ആ സമുദ്രത്തിൽ നിന്ന് ആ സൂചിയിൽ പറ്റുന്നത്? ഇതുപോലെ മാത്രമേയുള്ളൂ എന്റെ അടിമകളെ ലോകത്തുള്ള സർവ്വ മനുഷ്യരും, കോടാനുകോടി മനുഷ്യന്മാര്, ജിന്നുകള്, അവരുടെ നൂറുകൂട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നോട് ചോദിച്ചിട്ട് എല്ലാവരുടെ ആവശ്യങ്ങളും ഞാൻ കൊടുത്താലും എന്റെ വിശാലമായ റഹ്മത്തിൽ നിന്ന് അതൊട്ടും കുറഞ്ഞു പോകുന്നതല്ല. അതുകൊണ്ട് നിരാശ വേണ്ട, എന്നോട് ചോദിച്ചോളൂ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. പടച്ചോനെടുത്ത് കുറഞ്ഞു പോകൂ? ഇക്കണ്ട ആളുകളൊക്കെ കൂടി ചോദിച്ച് പടച്ചോൻ തന്നിട്ട് അവൻ ചോദിച്ചെല്ലാം കൊടുത്തു, ഞാൻ ചോദിച്ചാൽ കിട്ടാതാവോ? അങ്ങനെ ഒരു സംശയമേ വേണ്ടതില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കും, ഉത്തരം തരും എന്റെ റബ്ബെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നീ നിന്റെ റബ്ബിനെ വിളിച്ചോ. ഏത് കാര്യവും അവൻ ഉദ്ദേശിച്ചാൽ സെക്കൻഡുകളല്ലേ വേണ്ടൂ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം മാത്രമേയുള്ളൂ. അവൻ ഉദ്ദേശിക്കുന്ന സർവ്വസംഗതികളും നടക്കുന്നു. അപ്പൊ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ആ വിശ്വാസം വേണം. എന്ത്? ഇത് കിട്ടാതാകുമോ എന്ന് സംശയിച്ചിട്ടല്ല ചോദിക്കേണ്ടത്, കിട്ടുമെന്ന ഉറപ്പോടുകൂടെ ചോദിച്ചോ.
അല്ലാഹു തആല കഴിവുള്ളവനാണ്. അവൻ വിചാരിച്ചാൽ ആര് കൈയൊഴിഞ്ഞ കാര്യവും എനിക്ക് നേടിത്തരാൻ എൻ്റെ റബ്ബിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഡോക്ടർമാര് പറയുന്നു, ഒരാളോട് പറയുന്നു, ദമ്പതികളോട് ഒരു ഡോക്ടർ പറയുന്നു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വൈദ്യശാസ്ത്രം പഠിച്ചൊരു ഡോക്ടർ പറഞ്ഞാലും ദമ്പതികൾ നിരാശപ്പെടേണ്ടതില്ല. നിരാശപ്പെടാതെ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അവസാന കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് മക്കളെ നൽകിയ റബ്ബാണല്ലോ ഇന്നും ജീവിച്ചിരിക്കുന്ന റബ്ബ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളെ നൽകിയ റബ്ബാണല്ലോ ഇന്നും ജീവിച്ചിരിക്കുന്ന റബ്ബ്. വൈദ്യശാസ്ത്രം അവര് പഠിച്ചത് പറഞ്ഞുവെന്നേയുള്ളൂ. എന്റെ റബ്ബേ, നിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിരാശയില്ല, നിന്നോട് ചോദിക്കുന്നതിൽ എനിക്കല്പവും യാതൊരു നിലക്കുള്ള നിരാശയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടി അങ്ങ് ചോദിച്ചാൽ ഏത് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ദമ്പതികൾക്കും ഒരു പക്ഷേ കുഞ്ഞുണ്ടാകാം. അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ മനസ്സുറപ്പ്. ഡോക്ടർ പറയുന്നു, ഒരു രോഗിയെ പരിശോധിച്ചിട്ട് ഇനി ഇതിന് രക്ഷയില്ല, ഇത് രക്ഷപ്പെടുന്ന രോഗമല്ലെന്ന് പറയുമ്പോഴും രോഗിയോ പരിചരിക്കുന്ന ആളുകളോ നിരാശപ്പെടേണ്ടതില്ല. രോഗത്തെക്കുറിച്ച് ഡോക്ടർ പഠിച്ചതയാൾ പറഞ്ഞു എന്നതല്ലാതെ ശിഫ നൽകുന്നവൻ ഡോക്ടർ അല്ലല്ലോ. വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എൻ്റെ റബ്ബാണ് എനിക്ക് ശിഫ നൽകുന്നവൻ. ആ വിശ്വാസമാണ് ഒരു മുസ്ലിമിന് വേണ്ടത്. ഡോക്ടർ ഒഴിവാക്കിയവർ രോഗിയുടെ കാര്യത്തിൽ ഇനി രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കൈമലർത്തുകയല്ല മുസ്ലിം ചെയ്യേണ്ടത്. റബ്ബിനോട് ചോദിക്കണം. എന്റെ റബ്ബ് വിചാരിച്ചാൽ ആര് കൈയൊഴിഞ്ഞ രോഗിക്കും ശമനം നൽകാമല്ലോ. എന്റെ റബ്ബ് വിചാരിച്ചാൽ ഏതു പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ സെക്കൻഡുകളല്ലേ വേണ്ടൂ എന്നാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. കാരണം എല്ലാത്തിന്റെയും ഖജാന എന്റെ റബ്ബിന്റെ അടുക്കലാണ്. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ. അല്ലാഹു പറഞ്ഞു, എല്ലാ കാര്യങ്ങളുടെയും ഖജാനകൾ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ അടുക്കലാണ്. അത് ആവശ്യത്തിന് അളന്ന് മുറിച്ചുകൊണ്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ആവശ്യമെന്ന് തോന്നുമ്പോൾ അത് റബ്ബ് ഇറക്കിക്കൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് നിരാശ വേണ്ട എന്നർത്ഥം. നിരാശ വേണ്ട. എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും മുന്നിൽ നമ്മുടെ മുമ്പിൽ അടയുകയാണ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ കൈവിടേണ്ടതില്ല. അതാണല്ലോ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇഖ്ലാസ് വേണം. രണ്ടാമത്തത്, റസൂലുള്ളാഹിയുടെ മാർഗത്തിൽ ആയിരിക്കണം, അഥവാ റസൂലുള്ളാഹിനെ ഇത്തിക്കണം. മൂന്നാമത്തത്, മനസ്സിൽ നല്ല ഉറപ്പ് വേണം. എന്റെ റബ്ബിന്റെ ഖജാന തീരുന്നതല്ല, കൊടുത്താൽ അവസാനിക്കുന്നതല്ല. എന്റെ ആവശ്യങ്ങൾ എന്റെ റബ്ബ് കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതെന്റെ റബ്ബ് എങ്ങനെയെങ്കിലും നിവർത്തിച്ചു തരും എന്ന കൃത്യമായ ബോധത്തോടുകൂടെ ആയിരിക്കണം. നാലാമതായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള കൃത്യമായ ഭയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന്, മനസ്സിൽ തട്ടാതെയുള്ള പ്രാർത്ഥന എന്റെ റബ്ബ് പരിഗണിക്കുന്നതല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യസ്തജീബു മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധയോടുകൂടി ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് മനസ്സിൽ തട്ടാതെ ആമീൻ പറയുന്നതോ, അല്ലെങ്കിൽ മനസ്സിൽ തട്ടാതെ മറ്റെവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് വെറും നാവുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട് ചില ദുആയുടേതായ വാചകങ്ങൾ പറയുന്നതോ അല്ലാഹു പരിഗണിക്കുന്നതല്ല. മനസ്സ് പങ്കെടുക്കാത്ത ദുആ കൊണ്ട് എന്താണ് കാര്യം? അതാ റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ അറിയണം. ദുആ ചെയ്യുന്ന മുഴുവൻ ആളുകളോടും റബ്ബിന്റെ റസൂല് പറയുന്നു, വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യസ്തജീബു, ഉത്തരം നൽകുന്നതല്ല, മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായി അങ്ങുമിങ്ങും നോക്കി ശ്രദ്ധയില്ലാതെ മനസ്സിൽ തട്ടാതെ തേടിക്കൊണ്ടിരിക്കുന്നവരുടെ തേട്ടത്തെ റബ്ബ് പരിഗണിക്കുന്നതല്ല. അതേപോലെ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു നിബന്ധന, അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ താ എന്ന് പറയുന്ന ശൈലി ഇസ്ലാമികമല്ല. പടച്ചവനോട് നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറഞ്ഞു പോകരുത്, അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത, അല്ലാഹുവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തുതാ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ എന്നോട് കരുണ ചെയ്യ് എന്നിങ്ങനെ പറയാതെ
വലാകിൽ യഅ്സിമുൽ മസ്അല, ആഗ്രഹം വളരെ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ചോദിച്ചോളൂ. എന്ത് ചോദിച്ചാലും റബ്ബ് തരാൻ സന്നദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരിക്കണം എന്ന് മാത്രം. ഈ 4-5 ഉപാധികൾ, ഈ കൃത്യമായ ധാരണകൾ നമ്മുടെ മനസ്സിൽ ദുആ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ വിശ്വാസരംഗത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം പല മര്യാദകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്താണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ, വിചാരിക്കുന്നതെങ്കിൽ അതുപോലെയാണ് നമ്മളോട് അള്ളാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ത് അള്ളാഹു പറഞ്ഞതായി അറിയിക്കുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി വ അന മഅഹു ഇദാ ദഅാനി. എന്റെ അടിമക്ക് എന്നെക്കുറിച്ച് എന്താണ് വിചാരമെങ്കിൽ ഞാൻ അവനോടൊപ്പം അതുപോലെയാണ്. എന്നെ അവൻ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയാണ്. അതുകൊണ്ട് എന്നിലേക്ക് ഉയർത്തിയ കൈകളെ നിരാശപ്പെടുത്തി വിടുന്നതിൽ ഞാനൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു മറ്റൊരു വാചകത്തിൽ, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, മാന്യനാണ്, അത്യുദാരനാണ്. യസ്തഹീദാ റഫഅ റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. ഒരടിമ അവരിലേക്ക് കൈ ഉയർത്തിയിട്ട് എന്തെങ്കിലും ചോദിച്ച് അങ്ങനെ ചോദിച്ച കാര്യം അവന് നൽകാതെ അവന്റെ കൈകളെ വട്ടപൂജ്യമായി തള്ളിക്കളയുന്നതിൽ പടച്ചവൻ ലജ്ജിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഷ്ടപ്പെടുന്നവനല്ല. പക്ഷേ അതിന്റെ ഉപാധികളും അതിന്റെ നിബന്ധനകളും ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ, ഒന്നാമതായി മുവഹിദായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മുഖ്ലിസായ നിലക്ക് റസൂല് പഠിപ്പിച്ച രീതിയിൽ ആ കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടി റബ്ബിന്റെ അടുക്കലുള്ള ഖജാന കുറവ് വരില്ലെന്ന ബോധ്യത്തോടുകൂടി അവനത് സ്വീകരിക്കും എന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി ആയിരിക്കണമെന്ന് മാത്രം. ഇനി അങ്ങനെ തന്നെ ദുആ ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ? ഒന്നാമതായി അതിന്റെ ചില മര്യാദകൾ. പല പ്രാർത്ഥനകളുടെയും ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മര്യാദയാണ്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊരു കാര്യം ചോദിക്കുമ്പോ അല്ലാഹുവിന് ഇഷ്ടകരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുക. അതിന് തവസ്സുല് എന്ന് പറയുന്നു, ഇടതേട്ടം എന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? വിശാലമായൊരു വിഷയമാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുമ്പോ ആദ്യം അവനെ സ്തുതിക്കുക, അല്ലാഹുവിന്റെ മഹത്വങ്ങൾ പറയുക, പടച്ചതമ്പുരാന് മാത്രമുള്ള ഗുണഗണങ്ങൾ എടുത്തുകൊണ്ട് അവന്റെ മുമ്പിൽ നിരത്തിവെക്കുക. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയതിന്റെ ശേഷം രണ്ടാം പടിയായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തും ചൊല്ലിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നിസ്കാരത്തിന് തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഇതാ ഫാത്തിഹ എന്ന് പറയുന്ന സൂറത്തിന് സൂറത്തു ദുആ എന്നും പേരുണ്ട്. അവിടെ നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ ആ സൂറത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ കുറച്ചേയുള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇതാണ് അതിലെ പ്രാർത്ഥന. അല്ലാഹുവിനോടുള്ള തേട്ടത്തിന്റെ രൂപം അതിൽ അതാണ്. പക്ഷേ അതിന്റെ മുമ്പ് നോക്കൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എല്ലാം അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ. പടച്ചവനെ പുകഴ്ത്തി നമ്മൾ. അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. അവൻ സർവ്വലോകരുടെയും രക്ഷിതാവാണെന്ന് പുകഴ്ത്തി പറഞ്ഞു. പരമകാരുണികനാണെന്ന് പറഞ്ഞു. കരുണയുടെ കടലാണെന്ന് പറഞ്ഞു. സർവ്വലോകത്തുള്ള മനുഷ്യന്മാരും അസ്തമിച്ച് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആ ലോകത്ത് വിചാരണ നടത്തിക്കൊണ്ട് രക്ഷാശിക്ഷകൾ നൽകുന്ന ദിവസത്തിന്റെ ഉടമ അവൻ മാത്രമാണെന്ന് പറഞ്ഞു. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നവന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. നിന്നോടെ ഞങ്ങൾ സഹായം ചോദിക്കൂ എന്ന് ഏറ്റുപറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷമാണ് ആവശ്യം പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ റൂട്ടിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ റബ്ബേ. അപ്പൊ ആവശ്യം പറയുന്നതിന്റെ മുമ്പ്
അള്ളാഹുവിന് ഇഷ്ടകരമായ കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതി സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ. ഇത് നോക്കൂ, നമസ്കാരം അവസാനിപ്പിക്കുന്ന രീതി, തശഹ്ഹുദിന്റെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. ആദ്യം അള്ളാഹുവിനുള്ള ഒരുപാട് പുകഴ്ചകൾ പറയുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പുകഴ്ച പറഞ്ഞു. അതിന്റെ ശേഷം ഷഹാദത്തും പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നിങ്ങനെ സ്വലാത്തും ചൊല്ലിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു എന്ന ദുആയും, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്ന ദുആയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി എന്ന ദുആയും ഒക്കെ നമ്മൾ ചൊല്ലുന്നത് പടച്ച തമ്പുരാനെ പുകഴ്ത്തുകയും റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പായി കൊണ്ടാണ്. അതില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമുക്ക് അവസരമുള്ള പ്രത്യേകമായ ദുആകൾ നിർവഹിക്കുന്ന അവസരത്തിൽ ഈ രൂപത്തിലുള്ള ഒരു തർത്തീബ് സ്വീകരിക്കുന്നതാണ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത്. എന്നാ എല്ലാ അവസരത്തിലും ഇങ്ങനെ കഴിയോ? അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഹംദും സലാത്തും പറഞ്ഞിട്ടേ നടക്കുള്ളുന്നുണ്ടോ? ഇല്ല. പ്രയാസപ്പെട്ടൊരു ഒരു ഘട്ടം വരുമ്പോ നമ്മൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആദ്യം ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നില്ല, നിർബന്ധമായൊരു സംഗതിയല്ല. പക്ഷേ പൊതുവിൽ ഒരു പ്രാർത്ഥനയുടെ രീതി, ഒരു മാതൃക അതാകുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയുക, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പറയുക. പടച്ചവനെ, എനിക്ക് നിന്റെ ഹബീബായ റസൂലിനോട് ഇഷ്ടമാണ്. മുഹമ്മദ് നബിയാണ് ഈ ലോകത്ത് എനിക്ക് എല്ലാവരേക്കാളും ഞാൻ മഹബത്ത് വെക്കുന്ന വ്യക്തിത്വം. റസൂലുള്ളാഹിനോടുള്ള എന്റെ മഹബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള എന്റെ ഇഷ്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് നിന്റെ ഹബീബായ നബി തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ന പ്രാർത്ഥന ഇസ്ലാമിലില്ല. അത് നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. എന്റെ ജാഹ് എടുത്തു പറഞ്ഞോളൂ, എന്റെ ഹക്ക് കൊണ്ട്, എന്റെ ജാഹ് കൊണ്ട്, എന്റെ ബർക്കത്ത് കൊണ്ട് എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയില്ല. മറിച്ച് നമ്മുടെ ഈമാൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, സത്യവിശ്വാസികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന രീതി പറഞ്ഞെടുത്ത് അല്ലാഹു തആല അതെടുത്തു പറയുന്നു. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. പടച്ചവനെ, നീ അവതരിപ്പിച്ചിരുന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ കിതാബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ദുആ ചെയ്യാണ്, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ കിതാബിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ അയച്ച റസൂലിനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. നിന്റെ കിതാബ് ഞങ്ങൾ അംഗീകരിച്ചവരാണ്, നിന്റെ റസൂലിനെ ഞങ്ങൾ പിൻപറ്റുന്നവരാണ്. റസൂലിനെ പിൻപറ്റണമെങ്കിൽ റസൂലുള്ളാഹിനോട് മഹബത്തില്ലാത്തവർക്ക് റസൂലിനെ പിൻപറ്റാനൊക്കുമോ? നബി തങ്ങളോട് മഹബത്തില്ലാത്തവർക്ക് എങ്ങനെ റസൂലുള്ളാഹിനെ പിൻപറ്റാനൊക്കും? നബിതങ്ങളെ മഹബത്ത് ചെയ്യണം, നബിതങ്ങളോട് ഇത്തിബാഴ് ചെയ്യണം, റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നണമെങ്കിൽ പോലും ആദ്യം വേണ്ടത് ആ റസൂലുള്ളാഹിനോടുള്ള മഹബത്താണ്. വെറുപ്പുള്ള ആളുടെ കാര്യം എങ്ങനെയാ നമ്മൾ പിൻപറ്റുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്താണ്, അള്ളാഹുവിനോടുമുള്ള മഹബത്താണ് റസൂലുള്ളാഹിനെ പിൻപറ്റാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത്. ചില ആളുകൾ പറയുന്നു മുജാഹിദുകൾക്ക് അള്ളാഹിന്റെ റസൂലിനോട് വെറുപ്പാണ്, അവർക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ല, അവർക്ക് നബി തങ്ങളോട് വെറുപ്പാണ്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കേവലം ഒരു സാധാരണക്കാരനാണ്, യാതൊരു പ്രത്യേകതയുമില്ല. നബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്ക് അലർജിയാണ്. കാരണം ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് കേൾക്കുന്നത് വ്യക്തികൾക്ക് എന്തുമാത്രം വെറുപ്പായിരിക്കും. അതേപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോ മുജാഹിദുകൾക്ക് വിരളി പിടിക്കുന്നു, അവർക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ലാത്തത് കൊണ്ടാണത് എന്നിങ്ങനെ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് തെറ്റിദ്ധാരണകൾ പരത്തുന്ന എമ്പാടും ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. സുഹൃത്തുക്കളെ, കുപ്രചരണങ്ങളാണതൊക്കെ. ഈ സത്യത്തിന്റെ ശബ്ദമെങ്ങാനും ജനങ്ങൾ ശ്രവിച്ച് ഹിദായത്തിലേക്ക് വന്നാൽ അന്നം മുട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള സ്വാർത്ഥ താല്പര്യക്കാരുടെ പ്രചരണ കോലാഹലങ്ങളാണത്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിച്ചു വെച്ചോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ എന്നോ,
അവിടുത്തെ ജാഹ് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ എന്നോ ഉള്ള ഒരു പ്രാർത്ഥനാ രീതി ഇസ്ലാമിലില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ, ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ എടുത്തു പറഞ്ഞത് എന്താണ്? റബ്ബനാ ആമന്നാ ബിമാ അൻസൽത, നീ അവതരിപ്പിച്ചിരുന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആ ഈമാനിനെ ഞങ്ങൾ മുൻനിർത്തുന്നു. അതുപോലെ തന്നെ വത്തബഅന റസൂൽ, റസൂലുള്ളാഹിനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിക്കുന്നു, ആ തങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു ഫക്തുബിനാ മഅശ്ശാഹിദീൻ. അവിടെയാണ് കാര്യം അല്ലാഹുവിനോട് ചോദിച്ചത്. ഇങ്ങനെ നമുക്കൊരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. പാപം പുറത്തു തരാൻ വേണ്ടി ചോദിക്കുന്നിടത്ത് റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അന്നാമിനൂ ബിറബ്ബിക്കും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ആ പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണ് വിഷയം. നമ്മുടെ ഈമാൻ, നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒരു വ്യക്തിയുടെ ഹക്കും ജാഹും പറയുന്ന രീതിയില്ല. അങ്ങനെ ഒരു തവസ്സുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ ഈമാനിനെ മുൻനിർത്തിക്കൊണ്ട്, നമ്മുടെ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാം. അത് ഏറ്റവും നല്ലതുമാണ്. ഞാൻ വിശദീകരിക്കാതെ ഒരു സൂചന നൽകട്ടെ. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവമുണ്ടല്ലോ. സ്വഹാബത്തിന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ മുമ്പുള്ള ഒരു സമൂഹത്തിലെ 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ആ ഗുഹാമുഖം ഒരു വലിയ പാറക്കല്ല് വന്നടഞ്ഞു. ആ പാറക്കല്ല് തള്ളി നീക്കാൻ കഴിയാത്തത്ര ശക്തമാണ്. അവിടെ വെച്ചവര് പ്രാർത്ഥിക്കുകയാണ്, അവിടെ വെച്ചവര് തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറ ഇല്ലാ അൻ തദഉ അല്ലാഹ ബിസാലിഹി അഅമാലികും. നിങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യലല്ലാതെ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തു. അങ്ങനെ ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയാണ്. ഒരാൾക്കെടുത്ത് പറയാനുള്ളത് തന്റെ മാതാപിതാക്കളെ അയാൾ വയസ്സുകാലത്ത് വളരെയേറെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ച കാര്യമാണ്. മറ്റൊരു വ്യക്തിക്ക് പറയാനുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള അവിഹിതമായ ഒരു വേഴ്ചക്കൊരുങ്ങുന്ന അവസരത്തിൽ, അവിഹിതമായ ലൈംഗിക ബന്ധത്തിന് വ്യഭിചാരത്തിനൊരുങ്ങുന്ന അവസരത്തിൽ ഈ പെണ്ണ് തിരിച്ചു പറയുന്നു ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ആ കൃത്യത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ മാറി നിന്നത് നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന സൽക്കർമ്മമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മൂന്നാമത്തെ വ്യക്തി എടുത്ത് പറയുന്നത് ഒരു കൂലിത്തൊഴിലാളിയായിരുന്ന ഒരു മനുഷ്യന് കൂലി കൊടുക്കാതെ ഒരാൾ മടങ്ങിപ്പോയപ്പോൾ, അതായത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി ശമ്പളം വാങ്ങാതെ മടങ്ങിപ്പോയി. ആ ശമ്പളം ഇയാള് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തന്നെ ഇവിടെ വരവ് വെച്ചു. അതുകൊണ്ട് ബിസിനസ് ചെയ്തു. അത് വളർന്ന് വലുതായി. കുറെ കാലം കഴിഞ്ഞ് ഈ കൂലിത്തൊഴിലാളി തിരിച്ച് അദ്ദേഹത്തിന്റെ ശമ്പളം ചോദിച്ചപ്പോ ഒരു ദിവസത്തെ ശമ്പളം മാത്രമല്ലാതെ ആ ശമ്പളത്തിലൂടെ ഉണ്ടായ വർധനവ് മുഴുവൻ ഒന്നൊഴിയാതെ ആ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മഹാമനസ്കത ഞാൻ കാണിച്ചത് അല്ലാഹുവേ നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇങ്ങനെ 3 സംഭവങ്ങൾ, ഞാൻ ആ 3 സംഭവം വിശദീകരിക്കുന്നില്ല, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു ചരിത്ര സംഭവമായതുകൊണ്ട്. അങ്ങനെ അവർ 3 ആളും അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല സുവർണമായ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് അല്പാൽപമായി നീങ്ങുകയും അവസാനം അവർ പുറത്തു കിടക്കുകയും ചെയ്തു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കാൻ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്കൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കാൻ എന്താ ഉള്ളത്? അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങുന്ന അവസരത്തിൽ, വളരെ അനിവാര്യമായൊരു സാഹചര്യത്തിൽ പടച്ചവരെ ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയാൻ നേരത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ 3 വിശ്വാസികൾക്കും എടുത്തു പറയാൻ ഉണ്ടായിരുന്നത് പോലെ നമുക്കൊക്കെ എന്താ ഉള്ളത്? അതും കൂടെ നമ്മൾ ഈ സാന്ദർഭികമായി ഓർക്കണ്ടേ. എന്റെ റബ്ബിന് വേണ്ടി മാത്രമായി ഞാൻ ചെയ്ത ഒരു കാര്യം, ആർക്കും വേണ്ടിയല്ലാതെ ഞാൻ ചെയ്തൊരു കാര്യം, അതിതാ റബ്ബേ നിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണെന്ന് എടുത്തു പറയാൻ മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കൽ മാത്രമല്ല, അത് നേടിയെടുക്കാൻ അത്തരത്തിലുള്ള കർമ്മങ്ങളുടെ മഹാഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽപ്പെടാൻ വേണ്ടി നമ്മളും ദുആ ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ വല്ലതും ചെയ്യണം. പടച്ച തമ്പുരാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്
ലോകത്തുള്ള ഒരാളുടെയും സമ്മതിക്ക് വേണ്ടിയല്ല, ഏറ്റവും വലിയ ചൂടോടുകൂടി നാളെ പരലോകത്ത് ആളുകൾ സൂര്യന്റെ കീഴേ വിയർത്തൊലിച്ചുകൊണ്ട് തിളച്ചു നിൽക്കുന്ന അവസരത്തിൽ എന്റെ റബ്ബെന്നെ അനുഗ്രഹിക്കണം എന്ന മനസ്സോടുകൂടി നാം ചെയ്യുന്ന സദഖകൾ, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ, അതേത് തന്നെയുമാകട്ടെ, അത് തീർച്ചയായും നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന സംഗതിയാണല്ലോ. അങ്ങനെ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ലെങ്കിൽ നമ്മൾ അതിന് പരിഹാരം കാണണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായി തീരുന്ന അമലുകൾ അത് നാളെ പരലോകത്ത് നമ്മുടെ ജീവിതത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം വിലപ്പെട്ടതായി നമ്മുടെ മനസ്സിൽ തോന്നാവുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ദുആയുടെ മര്യാദകളിൽ അഥവാ നാം ചെയ്തിട്ടുള്ള നല്ല നല്ല കർമ്മങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. അതും ഒരു തവസ്സുലിന്റെ രീതിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് റസൂലുള്ളയോളം വലിയൊരു മനുഷ്യൻ അന്ന് ജീവിച്ചിരിപ്പില്ല ഭൂമുഖത്ത്. സ്വഹാബാ കിറാമത അവരുടെ പൊതു ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുന്നു. നമുക്കറിയാം പ്രവാചകന്റെ കാലത്തുണ്ടായ വരൾച്ച, കാലികൾ ചത്തൊടുങ്ങാറായി, ഭൂമി വിണ്ട് കീറിത്തുടങ്ങി, കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും വെള്ളമില്ലാത്ത ദുരവസ്ഥ. ആ അവസരത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ദൂരദേശത്ത് നിന്നൊരു അറാബിയായ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ലാതെ വിഷമിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മഴ തരണം എന്നല്ല. അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. റസൂലുള്ളാഹിനോട് വന്നിട്ട് നബിയെ മഴ തരണം എന്ന് പറഞ്ഞു, നബിയെ നിങ്ങൾ മഴ പെയ്യിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനോട് പറയുന്നത് എന്താണ്? ഉദുല്ലാഹ്, അല്ലാഹുവിനോട് തങ്ങളൊന്ന് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നു. അതും റസൂലുള്ള കേൾക്കുന്ന ദൂരത്ത് വെച്ച്, റസൂലുള്ള ഖുത്ബ നടത്തുന്ന പള്ളിയിലേക്ക് വന്നുകൊണ്ട് റസൂൽ കേൾക്കുന്ന നിലക്ക് മുഖാമുഖം നിന്നുകൊണ്ടാ പറയുന്നത്, ഓ നബിയേ, മഴയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഒന്ന് ദുആ ചെയ്യണം നബിയേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മിമ്പറിൽ നിന്ന് തന്റെ കൈകളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ സ്ഖിനാ, റബ്ബേ നീ ഞങ്ങൾക്ക് കുടിപ്പിക്കണം, ഞങ്ങൾക്ക് മഴ തരണം തമ്പുരാനെ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണേ തമ്പുരാനെ, റഹ്മത്തിന്റെ മഴ തരണം എന്ന് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുത്ബ അവസാനിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഇന്നത്തെ പോലെ മൊസൈക്കിട്ട കാർപ്പറ്റ് വിരിച്ച പള്ളിയല്ലല്ലോ, ആ നിലക്ക് ഉറപ്പുള്ള നിലമല്ലല്ലോ, മണൽ വിരിച്ച പള്ളിയിലേക്ക് പുറത്തു നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ആ ചെളി കലർന്ന മണ്ണിലാണ് ഞങ്ങൾ സുജൂദ് ചെയ്തതെന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേട്ടോ, സഹാബത്ത് നേരിട്ടങ്ങ് ചോദിക്കുന്നതിന് പകരം അന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലുള്ളാഹിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് അവരുടെ ജീവിതകാലത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതു ആവശ്യത്തിന് വേണ്ടി അത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഴക്ക് ക്ഷാമം നേരിട്ട അവസരത്തിൽ ഇതാ ഇതുപോലെ തന്നെ സംഭവമുണ്ടായി. പക്ഷേ അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിൽ എന്താ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി തങ്ങളല്ലേ ദുആ ചെയ്യാറുള്ളത്. നമുക്ക് റസൂലുള്ളാഹിയുടെ ഖബറിൽ പോയിട്ട് ചോദിക്കാം, ഓ നബിയേ, നിങ്ങളെയാണല്ലോ ഞങ്ങൾ മഴക്ക് സമീപിച്ചിരുന്നത്, ഇപ്പോഴും അങ്ങയോട് തന്നെ പറയുന്നു മഴക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലെങ്കിൽ മഴ തരണം എന്ന്. റസൂലുള്ളാഹിയുടെ ഖബറിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തോ പോയിട്ടില്ല. മറിച്ച് അവരെന്ത് ചെയ്തു? അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ, നിന്റെ നബി മുഖേനയായിരുന്നു ഞങ്ങൾ നിന്നോട് മഴക്ക് ചോദിച്ചിരുന്നത്. ഇന്നിതാ നിന്റെ നബി കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, അഥവാ അബ്ബാസിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ, പടച്ചതമ്പുരാനെ, ഈ ലോകത്ത് എന്ത് തന്നെ ബലാഹുകൾ മുസീബത്തുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് ആളുകളുടെ പാപങ്ങൾ നിമിത്തമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ളുൽമുകൾ അധികരിക്കുമ്പോഴാണ് മഴ കുറയുന്നത്. റബ്ബേ, ഞങ്ങളിൽ എന്തെങ്കിലും
എന്തെങ്കിലും ദുൽമുകൾ വന്നു പോയെങ്കിൽ മാപ്പ് തരണം തമ്പുരാനെ, തൗബ സ്വീകരിക്കണം റഹ്മാനെ എന്നിങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ നടക്കുന്നു. അവിടെയും നബി തങ്ങളോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇത് റസൂലുള്ളാഹിനെ മഹബ്ബത്തില്ലാത്തതിന്റെ ലക്ഷണമാണെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. നബി തങ്ങളോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയെ, മഴയില്ല നബിയെ, ഒന്ന് മഴ കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്ക് വരികയാണ് സഹാബി ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ദൂരദിക്കിൽ നിന്നൊരു സഹാബിയും വിളിച്ചിട്ടില്ല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങെന്നെ കാണുന്നു, അങ്ങന്റെ ശബ്ദം കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് കേൾക്കാത്ത ദൂരത്ത് നിന്ന് വിളിച്ചുകൊണ്ട് നബിയെ ഒന്ന് അല്ലാഹുവോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ സ്വഹാബി എന്താ വിശ്വസിച്ചത്? ദൂരെ നിന്ന് വിളിച്ചാൽ എന്റെ റസൂല് കേൾക്കില്ല, അതുകൊണ്ട് റസൂല് കേൾക്കണമെങ്കിൽ റസൂലുള്ളാഹിയുടെ മുമ്പ് പോയി പറയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് അങ്ങനെയാണ് വിശ്വസിച്ചത്. എത്രത്തോളം റസൂലുള്ളാഹി ഉറങ്ങിയാൽ പോലും, നബി ഉറങ്ങിയാലും ആ ഉറക്കത്തിന് ശല്യമുണ്ടാക്കരുതെന്ന സഹാബിമാര് വിശ്വസിച്ചത്. എന്താ? ഉറക്കത്തിന് ഭംഗം വരുന്ന നിലക്കുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാൽ അത് പ്രവാചകന്റെ ബുദ്ധിമുട്ടാണ്. സഹാബിമാരങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുമ്പോൾ അവന് ഏറ്റവും അവനിലേക്ക് അടുപ്പമുള്ള അല്ലെങ്കിൽ നല്ലവരായ ആളുകളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നത് അത് ഇസ്ലാമികമായി വിരുദ്ധമായ സംഗതിയല്ല. ഒരാളും അത് എതിർത്തിട്ടുമില്ല. മറിച്ച് മഹാത്മാക്കളായ ആളുകളുടെ മരണശേഷം അവരുടെ ഹക്കോ ജാഹോ ബർക്കത്തോ, അല്ലെങ്കിൽ ജീവിതകാലത്ത് തന്നെ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് പറയുകയോ അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ആവശ്യം നേടുകയോ ചെയ്യുന്ന സമ്പ്രദായം, അതാണ് ഇസ്ലാമിൽ ഇല്ലാത്ത രീതി. നിങ്ങൾ നോക്കൂ, ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോടൊരു സംഭവം പറഞ്ഞില്ലേ, ഒരു സ്ത്രീയുടെ സംഭവം പറഞ്ഞില്ലേ, ഒരു വ്യക്തി ഒരു സ്ത്രീയെ അവിഹിത വേഴ്ചക്ക് നിർബന്ധിക്കുന്ന ഘട്ടം. ആ അവസരത്തിൽ ആ സ്ത്രീ എന്താ ചെയ്തത്? ഈ മനുഷ്യനോട് പറഞ്ഞു, ഇത്തഖില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ സഹാബി എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയി. അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു നല്ല കാര്യമായി അദ്ദേഹം അത് എടുത്തു പറഞ്ഞു. എന്നാൽ ഇന്ന് സമൂഹം പ്രചരിപ്പിക്കുന്നത് എന്താ? ആളുകൾ ഏറ്റവും വലിയ അസന്നിഗ്ധമായ അല്ലെങ്കിൽ പ്രയാസം പെടുന്ന ഘട്ടത്തിൽ ശൈഖുമാരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ ശൈഖുമാര് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവര് നമ്മെ സഹായിക്കുമെന്ന നിലക്കാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്താം. ഈ കാണുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ത്വരീഖത്ത് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്തും ചരിത്രവും എന്ന ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് കേരളത്തിലെ ഇരു സമസ്തകളും അംഗീകരിക്കുന്ന KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ്. അദ്ദേഹം ഇതിലൊരു കറാമത്ത് പറയുന്നുണ്ട്. നോക്കണം സുഹൃത്തുക്കളെ, മലയാളികൾ വായിക്കുന്ന ഈ പുസ്തകത്തിൽ ഇതിന്റെ 83-ാമത്തെ പേജിൽ നിന്ന് ഞാനൊരു കറാമത്ത് വായിക്കാം. ഇതിന്റെ സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പറന്നു കൊത്തുന്ന മെതിയടി എന്നാണ്. പറന്നു കൊത്തുന്ന മെതിയടി എന്താ സംഭവം എന്നറിയോ? ഞാൻ ചുരുക്കി പറയട്ടെ. ബഗ്ദാദിലെ ഒരു മലഞ്ചെരുവിലൂടെ ഒരു തരുണീമണി മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. ഗൗസുൽ ആലമിന്റെ ശിഷ്യയാണ് അവൾ. അഥവാ മൊഹീദ്ദീൻ ശൈഖിന്റെ തരീഖത്തിലെ മെമ്പർഷിപ്പുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിങ്ങനെ ബഗ്ദാദിലൂടെ നടന്നു നീങ്ങുമ്പോ ആ പെണ്ണിന്റെ പിന്നാലെ ഒരു ചതിയൻ പിന്നാലെ കൂടുന്നു. എന്തിനാണ് പിന്നാലെ കൂടുന്നത്? അവളുമായി അവിഹിത ബന്ധത്തിന് വേണ്ടി ഒരുങ്ങാനാണ്. അങ്ങനെ അവളുടെ പിന്നാലെ കൂടിയപ്പോ അവൾ നെട്ടോട്ടമോടുകയാണ്. ഇവൻ വിളിച്ചു പറയുന്നു, ഓടിയാൽ നീ രക്ഷപ്പെടില്ല, നിന്നെ ഞാൻ പിടിക്കുമെന്ന് പറയുന്നു. അവൻ പിന്നാലെ കൂടുമെന്ന ഘട്ടമെത്തിയപ്പോൾ അവൾ പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം, അതിന്റെ മുമ്പ് ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കേഴുന്നു. അപ്പോഴും അയാൾ പറയുന്നു, എനിക്ക് ഇപ്പോൾ അതിനൊന്നും നേരമില്ല, ഞാനിപ്പോൾ എന്റെ ആവശ്യം നിവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിന്റെ മൊഹീദ്ദീൻ ശൈഖിന്റെ മുരീദത്തായ ഈ പെണ്ണിന്റെ പിന്നാലെ ഈ ചങ്ങാതി അങ്ങ് കൂടിയപ്പോ ഈ പെണ്ണൊരു വിളിയാണ്, ശൈഖേ രക്ഷിക്കണേ. ഉണ്ടോ? മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് ഈ ഖാദിരിയ തരീഖത്തിലെ മെമ്പർഷിപ്പുള്ള പെണ്ണങ്ങ് വിളിച്ചു. അപ്പോഴേക്കും ഒരത്ഭുതം സംഭവിച്ചു.
അതാകലെ മദ്രസയിൽ ഔസുല്ലാദം വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭാവം മാറുന്നു. ഇത് ജീലാനി ജീവിച്ചിരിക്കുന്ന കാലത്തെ സംഭവമാ പറയുന്നത്. ഈ പെണ്ണേതോ മലഞ്ചെരുവിലൂടെ ഓടുകയാണ്, പിന്നാലെ ഈ ചങ്ങാതിയുണ്ട്. ആ അവസരത്തിൽ ഈ പെണ്ണങ്ങ് വിളിക്കുന്നു, ശൈഖിന്റെ മുമ്പിലല്ല, എത്രയോ ദൂരത്ത് നിന്ന് വിളിക്കുന്നു, ഓ ശൈഖേ രക്ഷിക്കണേ എന്നങ്ങ് പറഞ്ഞപ്പോ അതാ അങ്ങകലെ മദ്രസയിൽ ഔസുല്ലാദം വുളു ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊയ്‌ദി ശൈഖ് വുളു എടുത്തുകൊണ്ടിരിക്കുക. വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് മഹാനവറുകളുടെ ഭാവം മാറുന്നു. എന്താണ് മനസ്സിലാകുന്നില്ല പരിസരത്തുള്ള ആളുകൾക്കൊന്നും. മുഹീദ്ദീൻ ശൈഖിന്റെ ഭാവം മാറുന്നു. തന്റെ മെതിയടികൾ എടുത്തു എറിയുന്നു. ഉളുവെടുക്കുന്ന മുഹീദ്ദീൻ ശൈഖ് തന്റെ മെതിയടി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. മെതിയടി എന്ന് പറഞ്ഞാൽ പണ്ട് ആളുകൾ ചെരുപ്പിന്റെ പകരമായിട്ട് ധരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക സാധനമാണ്. ആ സാധനം രണ്ടും എടുത്ത് അങ്ങ് ആകാശലോകത്തേക്ക് അങ്ങ് ചുഴറ്റി എറിയുന്നു. ഈ കാഴ്ചയാണ് ശിഷ്യന്മാര് കാണുന്നത്. ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് ശൈഖേ ആ മെതിയടികൾ പറന്നു പോയതെങ്ങോട്ടാ? എവിടേക്കാണ് മെതിയടികൾ പറക്കുന്നല്ലോ? അങ്ങ് വാനത്തേക്ക് എറിഞ്ഞിട്ടുള്ള മെതിയടികൾ പതിവിന്റെ വിപരീതമായി പക്ഷികളെപ്പോലെ പറന്നു പോകുന്നല്ലോ. എന്താ സംഭവിച്ചത് എന്ന് ശൈഖിനോട് ചോദിക്കുന്നു. ശൈഖിന്റെ മറുപടി, എന്റെ ശിഷ്യയെ ഒരു വിഷപ്പാമ്പ് കൊത്താൻ പത്തി വിടർത്തി നിൽക്കുന്നു, അവനെ പൂശാൻ പോവുകയാണ്. ശൈഖിന്റെ മറുപടി. അപ്പം ശിഷ്യന്മാരുടെ ചോദ്യം, ഞങ്ങള് പോകണോ? അപ്പൊ ശൈഖിന്റെ മറുപടി, വേണ്ട, മെതിയടികൾ തന്നെ മതി, നിങ്ങൾ പോകണ്ട, അവൻ ഇനി ബാക്കിയാവില്ല. അവളെ ഞാൻ പിടിയിൽ ഒതുക്കുകയായിരുന്നു. അതാ എന്നിട്ട് ഈ ചങ്ങാതി പറയുന്നു, എന്താ സംഭവം? പെട്ടെന്ന് പറന്നെത്തിയ മെതിയടികൾ ആ കാമപിശാചിന്റെ തല അടിച്ചു തകർത്തു. പെട്ടെന്ന് പറന്നെത്തിയ മെതിയടികൾ ആ കാമപിശാചിന്റെ തലയടിച്ചു തകർത്തു. അയാളുടെ തലച്ചോറ് പുറത്ത് ചാടുന്നത് വരെ മെതിയടികൾ പറന്നു കൊത്തിക്കൊണ്ടിരുന്നു. തലച്ചോറ് പുറത്ത് ചാടുന്നത് വരെ മെതിയടികൾ പറന്നു കൊത്താൻ തുടങ്ങി. ഒടുവിൽ അവൻ വീണു. അന്ത്യശ്വാസം വലിച്ചപ്പോൾ മെതിയടികൾ തിരികെ പറന്നുപോയി. യുവതി അത്ഭുത ദൃഷ്ടാന്തം കണ്ട് സ്തബ്ധയായി പോയി. കണ്ടോ എന്തിനാ ഇത് പ്രേരിപ്പിച്ചത് സുഹൃത്തുക്കളെ? ഇത് വായിക്കുന്ന ഒരു മുസ്ലിമത്തായ പെണ്ണ്, ഇത് വായിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാളുടെ അഖീദ ഉറച്ചിട്ടില്ലെങ്കിൽ, അയാൾക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം ഉറച്ചിട്ടില്ലെങ്കിൽ, ഏത് സന്നിഗ്ധ ഘട്ടത്തിലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ശൈഖാണ് എന്റെ ശൈഖെന്നല്ലേ അവർ വിചാരിക്കുക. അതല്ലേ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ കൊടുത്ത പരസ്യം, വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന തരീക്കത്ത്. അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലും പരിചയപ്പെടുത്താതെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ശൈഖാണിതെന്ന് പറഞ്ഞിട്ട് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ വിളിച്ചപ്പോഴേക്ക് ആ വിളിയങ്ങ് കേട്ട് മെതിയടി അങ്ങ് വിട്ട് പറത്തിയിട്ട് ശത്രുവിന്റെ തലയങ്ങ് തല്ലി തകർക്കാൻ മാത്രം കെൽപ്പുറ്റ ഒരാളുള്ളപ്പോ പിന്നെ എന്തിനാ റബ്ബ്? മാത്രല്ല ഇയാൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുവിനെയും ശൈഖിനെയും രണ്ടായി കാണരുത്. ഇയാൾ പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹു ശൈഖ് എന്നൊന്നും പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണ്. കാരണം അല്ലാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ശൈഖാണ്, ശൈഖിനെ വിളിച്ചാലോ ഉത്തരം ചെയ്യുന്നത് അള്ളയുമാണ്. ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ തീരുമാനമാണ്. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും, നിന്നെ വിളിച്ചാൽ നീ ഉത്തരം ചെയ്യല്ല. നിന്നെ വിളിച്ചാ ഞാൻ ആ ഉത്തരം ചെയ്യാ, എന്നെ വിളിച്ചാ നീ ആ ഉത്തരം ചെയ്യേണ്ടത്. അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലെ പറയുന്നു, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തരം ചെയ്യും ഞാനെന്നോവർ. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. ഇത് അള്ളയും പറഞ്ഞാണ് ശൈഖും പറഞ്ഞാണ് മുപ്പര വ്യാഖ്യാനം. അള്ളാഹിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് ശൈഖ്, ഉത്തരം ചെയ്യുന്നത് ശൈഖ്. ശൈഖിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് അള്ളാഹു. ഉത്തരം രണ്ടും ആരെ വിളിച്ചാലും പ്രശ്നമല്ല. ഈ ഗൗരവതരമായ ഈ തെറ്റ് വായിക്കുന്നൊരു മുസ്ലിം അയാൾ വിശ്വസിച്ചു പോവുകയാണ്. ഇനിയിപ്പോ ഇതിനാ അള്ളാഹിനെ വിളിച്ചാലും ശൈഖിനെ വിളിച്ചാലും തുല്യം. അങ്ങനെയാണോ? അല്ല സുഹൃത്തുക്കളെ, ഒന്ന് തൗഹീദാണ്. അതല്ലേ റബ്ബ് പറഞ്ഞ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മറ്റൊരാളെ കൂട്ടിയിട്ടല്ല റബ്ബിലേക്ക് വിളിച്ചോ. കാഫിറുകൾക്കത് വെറുപ്പാണ്. അള്ളാഹുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സ് മാത്രമേ അതുകൊണ്ട് സന്തോഷം കൊള്ളുകയുള്ളൂ. മറ്റുള്ളവർക്കത് വെറുപ്പാണ്. ഈ നിലക്കാ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുമ്പോ
നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ ഗുണഗണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. സാലിഹീങ്ങളായ ആളുകളെ ദുആ ചെയ്യിപ്പിക്കാം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. അവരുടെ ജീവിതകാലത്ത് അതിന് ആവശ്യപ്പെടാതെ നമുക്കതിന്റെ മാതൃകയുണ്ട്. മറിച്ച് മരണശേഷം അവരുടെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് ഇങ്ങനെ അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നതോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോ ഇസ്ലാമിലില്ല. അത് പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായ സംഗതിയാണ്. ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യവുമാണ്. എരി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്താ? ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകാൻ ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. നമ്മുടെ സമ്പാദ്യം നന്നാവണം, നമ്മുടെ ഭക്ഷണം നന്നാവണം, നമ്മുടെ വസ്ത്രം നന്നാവണം. ഹറാമായ രൂപത്തിലുള്ള സമ്പാദ്യത്തിലൂടെ നാം കഴിക്കുന്ന ഭക്ഷണമോ ധരിക്കുന്ന വസ്ത്രമോ എടുത്ത ഭവനമോ നമ്മുടെ ഉപജീവന മാർഗങ്ങളോ ആ നിലക്ക് നിലനിർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്ര ആളുകളാണ് അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അവന്റെ ഭക്ഷണം ഹറാമിൻ്റെതാണ്, അവന്റെ വസ്ത്രം ഹറാമിൻ്റെതാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമിൻ്റെതാണ്, ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചതാണ്. ഒക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നൊരു സംഭവം. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭൃത്യൻ നൽകിയ ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം കഴിച്ചു. തന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൃത്യദാസ്യവേല ചെയ്തിരുന്ന ഒരു അടിമക്കുട്ടി, ഒരടിമയായ മനുഷ്യൻ അദ്ദേഹത്തിന് നൽകിയ ഒരു ഭക്ഷണം അദ്ദേഹം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കുട്ടിയോട് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, ഇതെവിടുന്നാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടിയത്? അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വിവരം മനസ്സിലായത്. ഞാൻ മുമ്പൊരിക്കൽ ജ്യോത്സ്യപ്പണി എടുത്തിരുന്നു, കഹാനത്ത് അഥവാ ഈ ജ്യോത്സ്യ സമ്പ്രദായം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള സംഖ്യയിൽ നിന്ന് വാങ്ങിയതാണിത് എന്നങ്ങ് പറഞ്ഞപ്പോ ഫഅദ്ഖല അബൂബക്കർ യദഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കൈയങ്ങ് ഹൽക്കിലേക്ക് തൊണ്ടയിലേക്ക് ഇട്ടുകൊണ്ട് കഴിച്ച ഭക്ഷണവും അതിന്റെ പുറമെയും മുഴുവനങ്ങ് ഛർദ്ദിച്ചു തീർക്കുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, യർഹമുക്കല്ലാഹ്, കുല്ലു ഹാദാ മിൻ അജ്ലി ഹാദിഹിൽ ലുഖ്മ, ഒരൽപ്പം ഭക്ഷണം കഴിച്ചതിന് ഇത്രയും നിങ്ങൾ ഛർദ്ദിച്ചു കളയണോ? അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടോ, ലഹുലം തഖ്റുജ് ഇല്ലാ മഅ നഫ്സി ലഅഖ്റജ്തുഹാ, ഈ കഴിച്ച ഭക്ഷണമെങ്ങ് പുറത്തു പോരാൻ എന്റെ നഫ്സും കൂടി എന്റെ ആത്മാവും കൂടി പുറത്തേക്കെടുക്കണം എന്ന് വന്നാലും ഞാനത് ചെയ്യും. കാരണം എന്റെ നേതാവ് പറഞ്ഞ വാചകം എന്റെ കാതുകളിൽ വന്നലക്കുന്നു, മുത്ത് മുസ്തഫ പഠിപ്പിച്ച വാചകം എന്റെ കാതുകളിൽ അലക്കുന്നു. എന്താ അവിടുന്ന് പറഞ്ഞത്? കുല്ലു ജസദിൻ നുബിത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമായ അധർമ്മമായ മുതൽ തിന്നുകൊണ്ട് തടിച്ചു കൊടുത്ത ശരീരം, അധർമ്മം തിന്നിട്ട് വളർന്നിട്ടുള്ള എല്ലാ ശരീരവും നരകമാണ് അതിന് യോജിച്ചതെന്ന് റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ സമ്പാദ്യം നന്നാവണം, ഹറാമായ വഴിയിലൂടെയുള്ളത് വേണ്ട. നമുക്കതിൽ നിന്ന് സൂക്ഷ്മത വേണം, കഴിയുന്നത്ര നമ്മൾ സൂക്ഷ്മത പുലർത്തണം. ആ നിലക്ക് കാരണം എന്താണെന്നോ, നമ്മുടെ പാപങ്ങൾ നമ്മുടേതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകാൻ കാരണമാകുന്നു. നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ ചെയ്യാതായാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെയായി പോകുന്നു. നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തയായ കാര്യം കൊണ്ട് വിരോധിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഉത്തരം ലഭിക്കപ്പെടില്ല. നല്ല കാര്യം നമ്മൾ ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകുമ്പോഴും നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. അതാണ് ആ ആശയമാണ് ഒരു കവി പറഞ്ഞത്, നഹ്നു നദുൽ ഇലാഹ ഫീ കുല്ലി കർബിൻ സുമ്മാ നൻസാഹു ഇൻദ കശ്ഫിൽ കുറൂബി,
കൈഫ നർജു ഇജാബതൻ ലി ദുആഇൻ ഖദ് സദ്ദദ്നാ ത്വരീഖഹാ ബിദുനൂബി. വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വിഷമം അങ്ങ് നീങ്ങിയാലോ നമ്മൾ അല്ലാഹനെ മറക്കുന്നു. കാര്യം നേടുവോളം എന്താ ഭക്തി, കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറി നിൽക്കുന്നു. കൈഫ നർജു ഇജാബത്തൻ ലിദുആഇൻ, ദുആക്ക് നമ്മൾ എങ്ങനെ ഉത്തരത്തെ പ്രതീക്ഷിക്കാനാണ്? കാരണം ഖദ് സദ്ദദ്നാ തരീഖഹാ, ആ ഉത്തരം കിട്ടുന്ന ഡോർ തന്നെ നമ്മൾ അടച്ചു കളഞ്ഞില്ലേ. ബിദുനൂബി, പാപങ്ങൾ ചെയ്തിട്ട് ആ ഡോറൊക്കെ അടച്ചില്ലേ. പാപങ്ങൾ അതിൻ്റെ ഇടയിലുള്ള കീറാമുട്ടികളാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന സംഗതിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറെ പ്രാർത്ഥനകൾ, കുറെ കാട്ടിക്കൂട്ടലുകളാകുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശ തോന്നും, പ്രയാസം തോന്നും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥവത്തായി തീരാൻ, സാർത്ഥകമാകാൻ അതിന് അല്ലാഹു നിശ്ചയിച്ച ഉപാധികൾ വളരെ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മനസ്സിൽ തട്ടി വിശ്വാസത്തോടുകൂടി ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും പദങ്ങൾ കയറി വരാതെ ഖിലാസോടുകൂടി പടച്ചവനിലേക്ക് തിരിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ആ ഒരു വിശ്വാസ ദാർഢ്യതയോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ വെക്കുക. പടച്ചവൻ നമുക്ക് പുറത്തു തരും, നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ അത് ചെയ്യുക. അല്ലാഹു ഈമാനിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജ്വലിപ്പിച്ച് നിർത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഏതവസരത്തിൽ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ലവരായി മരിക്കുവാനും നല്ലവരോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് ചേരുവാനും റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ